എപ്പിസോഡ് തുടങ്ങുന്ന തന്നെ നമ്മുടെ ജോയിനെയും ഷിന്യുവിനെയും കാണിച്ചുകൊണ്ടാണ്. അവിടെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പെട്ടെന്ന് തന്നെ ഒരു കൊച്ചു വന്നിട്ട് ഇവരെ രണ്ടുപേരെ അങ്ങ് തട്ടും. അങ്ങനെ രണ്ടെണ്ണം മറിഞ്ഞു വീഴാനായിട്ട് പോകും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോ അവൻ്റെ അടുത്ത് നിന്ന് മാറി നിന്നിട്ട് ചോദിക്കും, എന്നാലും നീ ഇപ്പം എൻ്റെ അടുത്ത് കൺഫ്യസ് ചെയ്യല്ലേ ചെയ്തത്, ഇങ്ങനെയാണ് ഒരാൾ കൺഫ്യസ് ചെയ്യുന്നത്. അപ്പോൾ ഷിന്യു പറയും, അതെന്താ അങ്ങനെ പറഞ്ഞേ? അപ്പോൾ അവൾ പറയും, നീ ഇപ്പോൾ അറ്റ് എ ടൈം രണ്ടുപേരല്ലേ ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, എനിക്കറിയാം, നീ എനിക്ക് കുറച്ച് സമയം തരണം. ഞാനാണെങ്കിൽ എൻ്റെ എക്സ് ഗേൾഫ്രണ്ട് ആയിട്ടുള്ള യൂനെ എടുത്ത് എന്താണെന്ന് വെച്ചാൽ പറഞ്ഞ് സെറ്റാക്കിക്കോളാം. നീ എനിക്ക് കുറച്ച് സമയം മാത്രം തന്നാൽ മതി. പക്ഷെ നീ ആ സമയത്ത് വേറെ ആരെയും ഡേറ്റ് ചെയ്യാനൊന്നും പാടില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ പറയും, അതിന് ഞാൻ ആരെയും ഡേറ്റ് ചെയ്തിട്ടുമില്ല, ഇതുവരെ ആരെയും പ്രേമിച്ചിട്ടുമില്ല. അപ്പോൾ നമ്മുടെ ഷിന്യു ചോദിക്കും, പിന്നെ നിനക്ക് വണ്ണിനെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഇത്രയും നാൾ നടന്നതോ? അപ്പോൾ നമ്മുടെ ജോ പറയും, ഞാനതിന് അവൻ്റെ അടുത്ത് പ്രേമാണെന്നൊന്നും പറഞ്ഞില്ലല്ലോ, അത് ചെറിയൊരു ക്രഷ് ആണെന്നല്ലേ പറഞ്ഞോളൂ. ക്രഷ് വേറെയാണ്, ലവ് വേറെയാണ്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, എന്നെ സംബന്ധിച്ച് എല്ലാം ഒരേ കണക്ക് തന്നെയാണ്. അതുകൊണ്ട് നീ ഇനി അവനെപ്പറ്റി ആലോചിക്കാനോ അതേപോലെ തന്നെ അവൻ്റെ അടുത്ത് സംസാരിക്കാനോ ഒന്നും പോകരുത് എന്ന് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യു ആണെങ്കിൽ അവൻ്റെ ആ ഒരു ഗ്രാൻഡ്മയില്ലേ അവരെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവരെ കണ്ടിട്ട് നമ്മുടെ ഷിന്യു പറയും, എനിക്ക് എന്താണെന്നറിയത്തില്ല, ജോയിയുടെ കൂടെ നിൽക്കുമ്പോഴെല്ലാം അവളെ എനിക്ക് പണ്ട് തൊട്ടേ പരിചയമുള്ളതുപോലെ ഫീൽ ചെയ്യുന്നത്. അവളുടെ ആ ഒരു സ്മെല്ലും അവളുടെ ആ ഒരു അപ്പിയറൻസും എല്ലാം എനിക്ക് ഭയങ്കര ഫെമിലിയർ ആയിട്ടാണ് തോന്നുന്നത്. ഇത് കേൾക്കുന്ന ആ മുത്തശ്ശി പറയും, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ നീയും അവളും തമ്മിൽ മുൻജന്മകാലം എന്തെങ്കിലും ബന്ധം കാണും എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, എനിക്ക് ഓൾറെഡി ഒരു ഡ്രീമൊക്കെ വരുന്നുണ്ട്, അതിൻ്റെ എന്താണ് അർത്ഥമെന്നൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ അത് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. എന്താ ഞാൻ മാത്രം ഇതെല്ലാം കാണുന്നത്? അവൾക്കിതൊന്നും അറിയത്തില്ലായിരിക്കോ? അപ്പോൾ മുത്തശ്ശി പറയും, നീ അവളുടെ അടുത്തൊന്ന് ചോദിച്ചു നോക്കണം. എന്തായിരുന്നാലും നിൻ്റെ കുറേ വർഷങ്ങൾക്ക് മുന്നേ ഉള്ള ജന്മത്തിലുള്ള കാര്യമല്ലേ നീ ഇപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഈ ബന്ധത്തിന് മുൻകൈ എടുക്കേണ്ടത് നീയാണ് എന്നൊക്കെ നമ്മുടെ ആ മുത്തശ്ശി അവൻ്റെ അടുത്ത് പറയും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യു ആണെങ്കിൽ ആ മുത്തശ്ശിയുടെ ആ ഹോസ്പിറ്റലിൽ നിന്ന് പുറത്തോട്ട് ഇറങ്ങിയിട്ട് അവൻ്റെ എക്സ് ഗേൾഫ്രണ്ടിനെ വിളിക്കുന്നതാണ്. എന്നാൽ അവളാണെങ്കിൽ ഫോൺ എടുക്കത്തേയില്ല. ഇപ്പോഴാണെങ്കിൽ അവളുടെ കൂടെയാണെങ്കിൽ അവളുടെ ആ സെറ്റപ്പായിട്ടുള്ള ആ ബിസിനസ്സുകാരനില്ലേ അവനും ഉണ്ട്. അപ്പോൾ അവൻ ചോദിക്കും, നീ എന്താ ഷിന്യുവിൻ്റെ കോൾ എടുക്കാതെ? അവനെ നീ അങ്ങ് ബ്രേക്കപ്പ് ചെയ്തൂടെ, എന്തിനാ അവനെ കൊണ്ടു നടക്കുന്നത്? അപ്പോൾ നമ്മുടെ ഈ യൂന പറയും, എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അവനെ യഥാർത്ഥത്തിൽ ഇഷ്ടമാണ്, അതുകൊണ്ട് എനിക്ക് അവനെ അങ്ങനെ ഇങ്ങനെയൊന്നും വേണ്ടാന്ന് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അയാൾ ചോദിക്കും, പിന്നെ നീ എന്തിനാ എൻ്റെ കൂടെ കിടക്കാൻ വരുന്നത്? അപ്പോൾ നമ്മുടെ യൂന പറയും, എൻ്റെ ലോൺലിനെസ് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൻ്റെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്ത ദിവസം നമ്മുടെ ഷിന്യു ആണെങ്കിൽ ഡയറക്റ്റായിട്ട് യൂനേനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അവളാണെങ്കിൽ ഇവനെ കാണുന്നതും ഭയങ്കര ചാടി തുള്ളി ചിരിച്ച് കളിച്ചൊക്കെ വരും. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, വേഗം തന്നെ കാറിലോട്ട് കയറി, എനിക്ക് നിൻ്റെ അടുത്തൊരു കാര്യം പറയാനുണ്ട് എന്ന്. അങ്ങനെ അവളാണെങ്കിൽ കാറിലോട്ട് കയറുന്നതും നമ്മുടെ ഷിന്യു ആണെങ്കിൽ പറയാൻ തുടങ്ങും, അതായത് ഞാൻ നീയുമായിട്ട് ബ്രേക്കപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂന ഭയങ്കര ഷോക്കായിപ്പോൾ. അവൾ ചോദിക്കും, ഇതെന്തു പറ്റി പെട്ടെന്ന് ഇങ്ങനെ? നിൻ്റെ അടുത്ത് ഞാൻ ടൈം എടുത്ത് ആലോചിക്കാൻ പറഞ്ഞത് നമ്മൾ ബ്രേക്കപ്പ് ആവാനല്ല, നിനക്കാണെങ്കിൽ ജോയിയുടെ കാര്യത്തിൽ നല്ല കൺഫ്യൂഷൻ ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് വെറും കൺഫ്യൂഷൻ മാത്രമാണ്, നീ അത് സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിനക്ക് സമയം തന്നത്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, അങ്ങനെയല്ല, എനിക്ക് അവളെ യഥാർത്ഥത്തിൽ ഇഷ്ടമാണ്. നീ ആണെങ്കിൽ വിശ്വസിക്കുന്നോ ഇല്ലയോ അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല. നിനക്ക് എന്നെപ്പറ്റി എന്ത് വേണമെങ്കിലും വിചാരിക്കാം, എന്നാലും എനിക്ക് അവളെ തന്നെയാണ് ഇഷ്ടമെന്ന് നമ്മുടെ ഷിന്യു പറയും. ഇത് കേൾക്കുന്ന യൂനിക്ക് ഭയങ്കര സങ്കടമാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയ് ആണെങ്കിൽ അവളുടെ വീടിന് പുറത്തോട്ട് ഇറങ്ങാൻ നേരത്ത് അവിടെയായിട്ട് നമ്മുടെ ഷിന്യു നിൽക്കുന്നതാണ്. അവൻ്റെ കയ്യിലായിട്ടൊരു ബൊക്കയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ജോ ചോദിക്കും, നീ നിൻ്റെ എക്സ് ഗേൾഫ്രണ്ടിൻ്റെ അടുത്ത് എല്ലാ സത്യവും തുറന്ന് പറഞ്ഞോ എന്ന്. അപ്പം നമ്മുടെ ഷിന്യു ആണെങ്കിൽ അതേ എന്ന് പറയും. എന്നിട്ട് അവൾക്കാണെങ്കിൽ ബൊക്കെ എടുത്തു കൊടുക്കും. ഇത് കാണുന്നേ നമ്മുടെ ജോയ്ക്ക് ഭയങ്കര സന്തോഷമാവും. അവൾ ആ ബൊക്കെ വാങ്ങിക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ വണ്ണ് വരും. എന്നിട്ട് ഇവളുടെ കയ്യിരുന്ന ആ ബൊക്ക വാങ്ങി ദൂരെ വലിച്ചെറിയും. എന്നിട്ട് പറയും, നീ എൻ്റെ കൂടെ വാ, ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിക്കോളാം എന്ന്. ഇത് കാണുന്നത് നമ്മുടെ ഷിന്യു പറയും, ഇല്ല, നീ എൻ്റെ കൂടെ വന്നാൽ മതി, ഞാൻ നിന്നെ നോക്കിക്കോളാം എന്ന്. അങ്ങനെ രണ്ടുപേരും രണ്ടറ്റത്ത് നിന്നിട്ട് നമ്മുടെ ജോയിയുടെ കൈ ഇങ്ങനെ പിടിച്ചു വലിക്കാനായിട്ട് തുടങ്ങും. ജോയ്ക്കാണെങ്കിൽ എന്ത് വേണമെന്നറിയത്തില്ല. അപ്പോഴാണെങ്കിൽ അവിടെയായിട്ടൊരു ഡെലിവറി ബോയ് വരും. അവനാണെങ്കിൽ നമ്മുടെ ജോയിനെ ഇടിക്കാനായിട്ട് വരുമായിരുന്നു. പെട്ടെന്ന് നമ്മുടെ ജോയ്ക്ക് ഒരു കാര്യം മനസ്സിലാവും, അതായത് ഇത്രയും നേരം ഇവിടെ നടന്നത് എല്ലാം അവളുടെ ഇമാജിനേഷൻ മാത്രമായിരുന്നു, ഇവിടെയാണെങ്കിൽ ഒരു പട്ടിക്കുഞ്ഞു പോലും ഇല്ല എന്ന്. അങ്ങനെ അവളാണെങ്കിൽ പിന്നീട് ഓഫീസിലോട്ട് വരും. അവിടെയായിട്ട് ഇവളുടെ കൂടെയുള്ള കൊളീഗ്സിൻ്റെ അടുത്ത് അവൾ സംസാരിക്കും. അപ്പോൾ അവളുടെ കൊളീഗ്സ് പറയും, ഈ വർഷമോ എനിക്ക് ബോയ് ഫ്രണ്ടിനെ കിട്ടില്ല, അടുത്ത വർഷമെങ്കിലും ഞാൻ ഉറപ്പായിട്ടും ബോയ് ഫ്രണ്ടിനെ കണ്ടുപിടിക്കുമെന്ന്. അങ്ങനെ അവർ ലിഫ്റ്റ് കയറാനായിട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ ഷിന്യു നിൽക്കുമായിരുന്നു. ഷിന്യുവിനെ കാണുന്നേ നമ്മുടെ ജോയിയുടെ കൊളീഗാണെങ്കിൽ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് സംസാരിക്കാനൊരുങ്ങും. എന്നിട്ട് ചോദിക്കും, നിങ്ങൾ ഇന്നലെ രാത്രി നല്ലതുപോലെ ഉറങ്ങിയോ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും, ഞാൻ നല്ലതുപോലെ ഉറങ്ങി, ജോ നല്ലതുപോലെ ഉറങ്ങിയോ എന്ന് അവളുടെ അടുത്ത് ചോദിക്കുമെന്ന്. ഇത് കേൾക്കുന്നേ ആ കൊളീഗ് വിചാരിക്കും, ഞാനല്ലേ ഇപ്പോൾ ഇവരുടെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിച്ചത്, ഇവൻ എന്തിനാ ജോയിനെ പറ്റി സംസാരിക്കുന്നേ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്യുവും അതേപോലെ തന്നെ വണ്ണും ഒക്കെ ഇല്ലേ, അവർ രണ്ടുപേരോട് ചേർന്നിട്ട് ഒരു ഫുഡ് കഴിക്കാൻ
കഴിക്കാനായിട്ട് ഇരിക്കുന്നതാണ്. അവിടെയായിട്ട് നമ്മുടെ വണ്ണ് പറയും ഞാനാണെങ്കിൽ CCTV ക്യാമറയൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഷിന്യു പറയും ഞാൻ നിനക്ക് അതിനുള്ള പൈസയൊക്കെ അയച്ചു തരാമെന്ന്. അപ്പോൾ വണ്ണ് പറയും അതിൻ്റെ യാതൊരു ആവശ്യവും ഇല്ല. അവൻ പറയും എൻ്റെ കയ്യിൽ ഇഷ്ടംപോലെ പൈസയുണ്ട്, ഞാൻ അങ്ങനെ പിശുക്കനല്ല എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യു ആണെങ്കിൽ ചോദിക്കും അതുകൊണ്ടാണല്ലോ നീ ഇത്രയും ലാഭം കിട്ടുന്ന ഒരു കടയിൽ എന്നെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഫുഡ് കഴിക്കാനായിട്ട് ഇരുത്തിയേക്കുന്നത്, നീ പിശുക്കനല്ലാത്തത് കൊണ്ടായിരിക്കും. അങ്ങനെ ഇവർ എല്ലാവരോടും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതും അവിടെയായിട്ട് നമ്മുടെ ജോയും അവളുടെ കൊളീഗ്സും നടന്നു വരും. അവളുടെ കൊളീഗ്സ് കാണുന്നതും പറയും നോക്കിയാണെങ്കിൽ ഞാൻ ആരെയൊക്കെ ഡേറ്റ് ചെയ്യാൻ ആഗ്രഹിച്ചിട്ടുണ്ടോ അവരെല്ലാവരും ഒരു സീറ്റിൽ തന്നെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് പോവാമെന്ന്. അങ്ങനെ അവരവിടെ ഇരിക്കാനായിട്ട് വരുന്നതും അവിടെയായിട്ട് നമ്മുടെ യൂനിയ ഉണ്ടല്ലോ അവൾ വന്നങ്ങിരിക്കും. എന്നിട്ടാണെങ്കിൽ ഇവൾ നമ്മുടെ ഷിന്യുമായിട്ട് ഭയങ്കര സ്നേഹത്തിലിരിക്കുന്നത് പോലെ സംസാരിക്കുകയൊക്കെ ചെയ്യും. ഇത് കാണുന്ന നമ്മുടെ ജോയിയുടെ കൊളീഗ്സ് പറയും ഓ ഇവർ രണ്ടെണ്ണം ബ്രേക്കപ്പ് ആയില്ല എന്നാ തോന്നുന്നത്. അങ്ങനെ ഇവർ മൂന്നുപേരും വേറെ സീറ്റിലായിട്ടിരുന്ന് ഫുഡ് കഴിക്കാനായിട്ട് തുടങ്ങും. അവിടെയാണെങ്കിൽ യൂനിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ആക്റ്റീവ് ആയിരുന്നു. അതായത് ഇവർ രണ്ടുപേരും ഇപ്പോഴും നല്ല റിലേഷൻഷിപ്പിലാണ് എന്ന്. നമ്മുടെ വണ്ണിൻ്റെ അടുത്താണെങ്കിൽ യൂനെ ചോദിക്കും നിങ്ങൾക്ക് എന്താ ഇതുവരെയും ഇവിടെ ആരെ ഇഷ്ടപ്പെട്ടില്ലേ? അപ്പോൾ നമ്മുടെ വണ്ണ് പറയും എനിക്ക് ഇഷ്ടപ്പെടാൻ ഒട്ടും താല്പര്യമില്ല, ഓൾറെഡി എനിക്ക് ഒരാളെ ഇഷ്ടമാണ്. ഇത് കേൾക്കുന്നത് നമ്മുടെ ഷിന്യു പറയും ഒറ്റ സൈഡിലോട്ടുള്ള ലവ് എന്ന് പറഞ്ഞാൽ അതൊരിക്കലും ലവ് ആണെന്ന് പറയാൻ പറ്റത്തില്ല, അതിന് ക്രഷ് എന്ന് മാത്രമേ വിളിക്കാൻ പറ്റത്തുള്ളൂ എന്ന്. ഇത് കേൾക്കുന്നതും വണ്ണ് പറയും അതെനിക്ക് നന്നായിട്ട് അറിയാം, നിൻ്റെ കാര്യത്തിൽ എനിക്കത് വ്യക്തമായിട്ട് അറിയാം എന്ന്. എന്നിട്ട് ചോദിക്കും നിങ്ങളുടെ മാരേജ് ഒക്കെ എപ്പോഴാ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യു ആണെങ്കിൽ ഭയങ്കര ഇറിറ്റേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഷിന്യു ആണെങ്കിൽ യൂനെ പിടിച്ചിരുത്തി സംസാരിക്കുന്നതാണ്. അവളുടെ അടുത്ത് ചോദിക്കും നീ എന്തിനാ ഇങ്ങനെ എല്ലാവരുടെ മുന്നിൽ നമ്മളുടെ ഇപ്പോഴും റിലേഷനിലാണ് എന്നുള്ള രീതിയിൽ ബിഹേവ് ചെയ്യുന്നത്? അപ്പോൾ നമ്മുടെ യൂനെ പറയും അത് നീ എനിക്കൊരു പ്രോമിസ് ചെയ്തായിരുന്നല്ലോ, അതൊരിക്കലും മറന്നു പോവരുത് എന്ന്. അവൾ ഇവിടെ ഏത് പ്രോമിസിനെ പറ്റി പറയുന്നതെന്ന് നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവത്തില്ല, അതിന് വരുന്ന എപ്പിസോഡിലേ മനസ്സിലാവും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യുവിൻ്റെ അമ്മേനെയാണ്. അവരാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ ഷിന്യുവിൻ്റെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ആ കപ്പൽ തിരിച്ചു വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നിട്ട് അവരാണെങ്കിൽ പറയും എൻ്റെ ഹസ്ബൻഡ് അവിടെ കിടന്ന് കയറ് പൊട്ടിക്കുകയാണ്, അങ്ങേർക്ക് ഈ കപ്പൽ കൊണ്ട് കൊടുത്തേ പറ്റത്തുള്ളൂ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യുവിൻ്റെ ഫ്രണ്ട് പറയും നിങ്ങൾ പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ വീട്ടിൽ കൊണ്ടുവന്ന് എത്തിക്കുമായിരുന്നല്ലോ, നിങ്ങൾ എന്തിനാ ഇപ്പോൾ ഇവിടം വരെ എത്തിയത്? അപ്പോൾ നമ്മുടെ ഷിന്യുവിൻ്റെ അമ്മ പറയും അതൊന്നും സാരമില്ല എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ജോയ്ക്കാണെങ്കിൽ നമ്മുടെ യൂനിയില്ലേ അവളുടെ അടുത്തുനിന്ന് കോള് വരുന്നതാണ്. അവളാണെങ്കിൽ വിളിച്ചിട്ട് പറയും നമുക്ക് രണ്ടുപേർക്കും മീറ്റ് ചെയ്യണോ എന്ന്. അങ്ങനെ നമ്മുടെ ജോയ് ആണെങ്കിൽ യൂനിയെ കാണാൻ വേണ്ടിയിട്ട് വരും. ഈ യൂനിയാണെങ്കിൽ അവളെ കുറേ പറയും. എന്നിട്ട് ചോദിക്കും നിനക്ക് നാണമില്ലേ, എന്തിനാ എൻ്റെ ഷിന്യുവിൻ്റെ പുറവേ നടക്കുന്നത്? നിനക്കൊരു കാര്യം അറിയുക, അവനങ്ങനെ നിസ്സാരമായിട്ടൊന്നും എന്നെ ബ്രേക്കപ്പ് ചെയ്തിട്ട് നിൻ്റെ അടുത്തോട്ട് വരാനൊന്നും പറ്റത്തില്ല. ഞങ്ങളുടെ റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് വർഷമായതാണ്, അതുകൊണ്ട് അതങ്ങനെ നിസ്സാരമായിട്ടൊന്നും ബ്രേക്കായി പോകത്തില്ല. അപ്പോൾ നമ്മുടെ ജോ പറയും അതിനിപ്പോൾ ഞാനെന്തോ വേണം, നീ എന്തിനാ എന്നെ വിളിച്ചിട്ട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? അപ്പോൾ നമ്മുടെ ഈ യൂന പറയാൻ തുടങ്ങും ഇന്നലെയാണെങ്കിൽ അവൻ എൻ്റെ അടുത്ത് ഒരുപാട് പറയാൻ നോക്കി നമുക്ക് രണ്ടുപേർക്കും ബ്രേക്കപ്പ് ആവാ എന്ന്. എന്നാൽ ഞാൻ അവൻ്റെ അടുത്ത് അതിന് സമ്മതിച്ചില്ല. അവസാനം ഞങ്ങൾ രണ്ടുപേരും കൈ പിടിച്ചിരിക്കുമായിരുന്നു. നൈറ്റ് ഫുൾ അവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. എത്രയൊക്കെ പറഞ്ഞാലും ആണാണ് തന്നെയാണല്ലോ, അവർക്കൊരിക്കലും കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല എന്നൊക്കെ നമ്മുടെ യൂനെ സംസാരിക്കും. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ്ക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നത് നമ്മളുടെ ഷിന്യു ആണെങ്കിൽ അവൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ ഇരുന്നിട്ട് ഡ്രിങ്ക് ചെയ്യുന്നതാണ്. കൂട്ടത്തിൽ തന്നെ അവൻ വിചാരിക്കും അതായത് നമ്മുടെ ജോയിനെ പറ്റി അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറയണോ എന്ന്. എന്നാലും അവനത് പറയാൻ പറ്റത്തില്ല. അങ്ങനെ ഇരിക്കാൻ നേരത്ത് കറക്റ്റ് നമ്മുടെ ജോ അവനെ വിളിക്കും. എന്നിട്ട് പറയും യൂനതാ ഇവിടെ ഭയങ്കര ഫിറ്റായിട്ട് കിടക്കുവാണ് എന്ന്. യൂന ഇപ്പം നല്ലതുപോലെ കുടിച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ യൂനയാണെങ്കിൽ ജോയിയുടെ അടുത്ത് ചോദിക്കും അതെ നീയാണെങ്കിൽ ഷിന്യുനെ എന്ന് വിളിക്കുമോ? എൻ്റെ ഒരു തവണ വിളിച്ചാൽ തന്നെ അവൻ അപ്പോഴേ ഇവിടേക്ക് പാഞ്ഞെത്തും, നിനക്ക് ജലസൊന്നും ആവത്തില്ലല്ലോ എന്ന് ചോദിക്കും. അങ്ങനെയാണ് കേട്ടോ നമ്മുടെ ഷിന്യുനെ നമ്മുടെ ജോയാണെങ്കിൽ കോൾ ചെയ്യുന്നത്. അങ്ങനെ അവസാനം നമ്മുടെ ഷിന്യു അവിടേക്ക് എത്തും. അപ്പോൾ നമ്മുടെ ജോ പറയും ദാ ഇവള് ഫിറ്റായിട്ട് കിടക്കുക, നീ അവളെ എന്താണെന്ന് വെച്ചാൽ ചെയ്തോ, എവിടെയാന്ന് വെച്ചാൽ കൊണ്ടുപോക്കോ എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്യുവിന് മനസ്സിലാവും ജോയ്ക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന്. അവിടെ നമ്മുടെ ഷിന്യു ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുക എന്ന്. അപ്പോൾ നമ്മുടെ ജോ പറയും അത് ഇവളെ വിളിച്ചിട്ടാണ് ഞാൻ ഇവിടേക്ക് വന്നത്. അങ്ങനെ നമ്മുടെ ഷിന്യു ചെയ്യും അവളെ എന്തുവാ നിൻ്റെ അടുത്ത് പറഞ്ഞ്. എന്നാൽ നമ്മുടെ ജോയാണെങ്കിൽ അവൾ പറഞ്ഞ കാര്യമൊന്നും റിവീൽ ചെയ്യാൻ റെഡി ആയിരുന്നില്ല. അവൾ പറയും അവൾ എന്തെങ്കിലും പറയട്ടെ, നിനക്കിപ്പോൾ എന്തായിരുന്നാലും നീ അവളെ കൊണ്ട് വീട്ടിലാക്ക് എന്നും പറഞ്ഞിട്ട് അവൾ ഭയങ്കര ദേഷിച്ച് അവിടെ നിന്നും പോവും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ ജോയാണെങ്കിൽ അവളുടെ വീട്ടിലായിട്ട് വരുന്നതാണ്. അവളുടെ ബാൽക്കണിയിലായിട്ട് ഏതോ ഒരു ചെറുക്കം നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മുടെ ജോയ്ക്ക് അത് ആരാന്ന് മനസ്സിലാവത്തില്ല. അങ്ങനെ നമ്മുടെ ജോയാണെങ്കിൽ കയ്യിലായിട്ട് ഒരു പെപ്പർ സ്പ്രേ എടുക്കും. എന്നിട്ട് ഈ ചെറുക്കൻ്റെ അടുത്തായിട്ട് വന്നിട്ട് അവൻ്റെ കണ്ണിലായിട്ട് അടിച്ചു കൊടുക്കും. പെട്ടെന്ന് നോക്കുമ്പോൾ എന്തുവാ ഇത് വേറെ ആരുമല്ല നമ്മുടെ വണ്ണ് തന്നെയാണ്.
നമ്മുടെ ജോയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഷോക്കായി പോയായിരുന്നു. അങ്ങനെ അവളാണെങ്കിൽ ഇവളുടെ വീട്ടിനകത്തായിട്ട് കൊണ്ടുവന്നിട്ട് ഇവന് നല്ല ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കും. എന്നിട്ട് ചോദിക്കും നീ ഇവിടെ എന്തെടുക്കുമായിരുന്നു എന്ന്. അപ്പോൾ വണ്ണ് പറയും അത് എൻ്റെ കയ്യിൽ കുറച്ച് ഫുഡ് ഉണ്ടായിരുന്നു, അത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത്. അതുമല്ല നിന്നെയാണെങ്കിൽ എനിക്ക് പുറത്തോട്ട് പോകാൻ വേണ്ടിയിട്ടൊന്ന് ഇൻവൈറ്റ് ചെയ്യണമായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയാണെങ്കിൽ ഒന്നും പറയത്തില്ല. എന്നാൽ അതിൻ്റെ കൂട്ടത്തിൽ അവൾ സോറിയും പറയും. സത്യം പറഞ്ഞാൽ നമ്മളുടെ വണ്ണാണെങ്കിൽ അവിടെ അന്തന്മാരെ പോലെ ആക്ട് ചെയ്യാനായിട്ട് തുടങ്ങും. എന്നിട്ട് പറയും നീ എന്നെ എൻ്റെ വീട് വരെ ഒന്ന് കൊണ്ടാക്കുമോ എന്ന്. അപ്പോൾ നമ്മുടെ ജോ അവസാനം സമ്മതിച്ചു കൊടുക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മുടെ ഷിന്യൂനെയും അതേപോലെ തന്നെ യൂനേനെയുമാണ്. അവനാണെങ്കിൽ ഇപ്പോൾ അവളുടെ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നേക്കുമായിരുന്നു. യൂനയുടെ കെട്ടൊക്കെ ഇറങ്ങിയായിരുന്നു. അപ്പോൾ അവൾ ചോദിക്കും നിനക്ക് നിൻ്റെ വീട്ടിലേക്കും എന്നെ കൊണ്ടുപോകാമായിരുന്നല്ലോ. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും നീ എന്നെ തെറ്റിദ്ധരിക്കുകയൊന്നും ചെയ്യരുത്, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വന്നത് തന്നെ നിൻ്റെ അടുത്ത് ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ്. ഇനി മേല നീ ആണെങ്കിൽ ജോയിനെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആവരുത് എന്ന്. ഇത് കേൾക്കുന്നേ നമ്മുടെ യൂനയ്ക്കാണെങ്കിൽ അങ്ങ് ഭയങ്കര ദേഷ്യം വരും. അവൾ പറയും നീ ഭയങ്കര മോശവാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന അടുത്ത ദിവസമാണെങ്കിൽ നമ്മളുടെ ജോയിനെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വണ്ണ് വന്ന് നിൽക്കുന്നതാണ്. അങ്ങനെ അവൻ്റെ കാറിൽ നമ്മുടെ ജോയ് ആണെങ്കിൽ ഡ്യൂട്ടിക്ക് വരും. അവളാണെങ്കിൽ അവൻ്റെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് കറക്റ്റായിട്ട് നമ്മുടെ ഷിന്യു കാണും. ഇത് കാണുന്ന നമ്മുടെ ഷിന്യുവിന് ഭയങ്കര ജലസാവാൻ തുടങ്ങും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന ഷിന്യു അവൻ്റെ ഓഫീസിൽ വന്നിട്ട് നേരെ നമ്മുടെ ജോയിനെ അവൻ്റെ ഓഫീസിലോട്ട് വിളിപ്പിക്കുന്നതാണ്. എന്നിട്ട് ചോദിക്കും അല്ല നീ എന്താ ഇന്ന് ഇത്ര നല്ല രീതിയിൽ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നത്, പോരാത്തിന് നീ ആണെങ്കിൽ ആ വണ്ണിൻ്റെ കാറിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടായിരുന്നു. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ പറയും അതിനിപ്പോൾ എന്താ, നീ ആണെങ്കിൽ ആ യൂനയുടെ കൂടെയും കറക്കം തന്നെയാണല്ലോ. അപ്പോൾ നമ്മുടെ ഷിന്യു പറയും അത് വേറെയാണ്, നീ എന്തിനാ ഇപ്പോൾ അവൻ്റെ കൂടെ കാറിൽ വന്നത്, ഞാനാണെങ്കിൽ നിന്നെ പിക്ക് ചെയ്യാൻ വരാമെന്ന് പറഞ്ഞില്ലേ, ഞാൻ നിന്നെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. എന്നാൽ നിന്റെ പൊടി പോലും ഉണ്ടായിരുന്നില്ല, എനിക്കാണെങ്കിൽ അതങ്ങോട്ട് അത്ര ഇഷ്ടപ്പെട്ടില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ പറയും നിനക്ക് മാത്രമല്ല ഫീൽ ആവുന്നത്, എനിക്കും ഫീൽ ആവുന്നുണ്ട്. നീ ആണെങ്കിൽ യൂനയുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നത് എനിക്കും ഇഷ്ടമല്ല. സത്യം പറഞ്ഞാൽ നീ ആണെങ്കിൽ നിന്റെ വിശ്വാസം എടുക്കേണ്ടത് എങ്ങനെയാണെന്നറിയാവോ, അത് എൻ്റെ അടുത്ത് നിന്ന് തന്നെ നേടിയെടുത്താലേ പറ്റത്തുള്ളൂ. അല്ലാണ്ട് ഞാൻ ഒരിക്കലും നിന്നെ വിശ്വസിക്കാൻ പോകുന്നില്ല. എനിക്ക് നിൻ്റെ ഫീലിങ്സിലും വിശ്വാസമില്ല. എനിക്കിപ്പോൾ എന്ത് ചെയ്യണമെന്ന് കൂടി അറിയത്തില്ല. എനിക്ക് ദേഷ്യവും തലവേദനയും എല്ലാം എടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ ഷിന്യു പറയും നിനക്ക് വിശ്വാസമായില്ലെങ്കിൽ നിനക്ക് ഞാൻ ഇപ്പോൾ വിശ്വാസമാക്കി തരാം എന്ന് പറഞ്ഞിട്ട് അവനാണെങ്കിൽ ഇവളുടെ ക്ലോസ് ആയിട്ട് നടന്നു വരും. പെട്ടെന്ന് തന്നെ നമ്മുടെ ജോ പറയും വേണ്ട, ആവശ്യമില്ലാത്തൊന്നും കാണിക്കണ്ട എന്ന്. അപ്പം നമ്മുടെ ഷിന്യു പറയും ഇല്ല ഞാൻ നിനക്ക് എല്ലാം വിശ്വാസമാക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഷിന്യു അവളെ കിസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവളുടെ അടുത്തേക്ക് നടന്നു വരും. എന്നാൽ പെട്ടെന്ന് അവരുടെ കൂടെ വർക്ക് ചെയ്യുന്നൊരു കൊളീഗ് ഉണ്ടല്ലോ, അയാൾ അകത്തേക്ക് കയറി വരുന്നതും നമ്മുടെ ഷിന്യു ആണെങ്കിൽ നമ്മുടെ ജോയിനെ ആ ഒരു കസേരയില്ലേ അത് വെച്ചിട്ട് തന്നെ തള്ളി അങ്ങ് മാറ്റും. അവൾ തെറിച്ചങ്ങ് പോവും. അപ്പോൾ നമ്മുടെ ഷിന്യുവിൻ്റെ കൂടെയുള്ള കൊളീഗ് ചോദിക്കത്തില്ലേ നിങ്ങളിപ്പോൾ എന്തോ കാണിച്ചത്, ഇവളെ ചവിട്ടി പുറത്താക്കാൻ നോക്കിയതാണോ എന്ന്. അപ്പോൾ നമ്മുടെ ഷിന്യുവും പറയും അതേപോലെ തന്നെ ജോയും പറയും അങ്ങനെയൊന്നുമില്ല, ഈ ചെറുതാനിയെ മാറിപ്പോയതാ എന്ന്. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ജോയാണെങ്കിൽ ഇപ്പോൾ നമ്മുടെ വണ്ണിൻ്റെ കൂടെ ഒരു ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നേക്കുന്നതാണ്. ഡിന്നർ കഴിക്കാൻ വന്നിരുന്നിട്ട് അവൾ ചോദിക്കും എനിക്കൊരു ഡൗട്ടുണ്ട്, ഈ ഒരുപാട് കാലം റിലേഷനിലായിരിക്കുന്ന കപ്പിൾസ് അവർ ബ്രേക്കപ്പ് ആവാൻ ഭയങ്കര പാടാണോ? അപ്പോൾ നമ്മുടെ വണ്ണ് പറയും അതെ, അവർക്ക് ബ്രേക്കപ്പ് ആവാൻ നല്ല പാടാണ്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ നാളുകൾ കൊണ്ട് അവർ രണ്ടുപേരും ഭയങ്കര ക്ലോസ് ആയിട്ടിരിക്കുന്നതല്ലേ. അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഒരാൾ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവർക്കാണെങ്കിൽ ഓരോരോ സംഭവങ്ങൾ കാണുമ്പോഴും അവരുടെ എക്സിനെ മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കും. അതുകൊണ്ടാണ് ബ്രേക്കപ്പ് ഭയങ്കര പാടാണ് എന്ന് പറയുന്നത്. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോയ് ആണെങ്കിൽ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കും. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്ന നമ്മളുടെ ഈ യൂന ഉണ്ടല്ലോ, അവളാണെങ്കിൽ മറ്റേ ആ ഗാർഡനറിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. എന്നിട്ട് അയാളുടെ കയ്യിലായിട്ട് നമ്മുടെ ജോയിയുടെ ഒരു ഗ്ലൗസ് എടുത്ത് കൊടുക്കും. സത്യം പറഞ്ഞാൽ അവൾ നമ്മുടെ ജോയിനെ കാണണമെന്ന് പറഞ്ഞ് വിളിപ്പിച്ചത് രണ്ട് കാര്യത്തിനായിരുന്നു. ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ റിലേഷനെ പറ്റി സംസാരിക്കാനും, രണ്ടാമത്തേത് അവളുടെ ഗ്ലൗസ് എടുക്കാനും വേണ്ടിയിട്ട്. എന്നിട്ട് ഇവളാണെങ്കിൽ ഗാർഡനറിൻ്റെ കയ്യിലായിട്ട് കൊണ്ടുവന്ന് നമ്മുടെ ജോയിയുടെ ഗ്ലൗസ് കൊടുക്കും. എന്നിട്ട് പറയും നിങ്ങൾക്കിത് മതിയോ എന്ന്. ഇതെന്തിനാ എന്ന് ചോദിക്കും. അപ്പോൾ ഗാർഡനർ പറയും അത് എനിക്കൊരു നിധി കുഴിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ യൂന പറയും എന്ത് നിധിയായിരുന്നാലും എല്ലാം വേഗം തന്നെ വേണം, എൻ്റെ കയ്യിൽ ഇനി അധിക സമയമൊന്നുമില്ല. അപ്പോൾ അയാൾ പറയും എല്ലാം നമുക്ക് ശരിയാക്കാം എന്ന്. എന്നിട്ട് അയാൾ എന്ത് ചെയ്യുമെന്നറിയാവോ, നമ്മുടെ ഷിന്യുവിൻ്റെ ഷർട്ട് എടുത്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മളുടെ ജോയിയുടെ ഈ ഗ്ലൗസ് എടുത്ത് വയ്ക്കും. എന്നിട്ട് അതിനെ നന്നായിട്ട് മടക്കിയിട്ട് അതിനെയാണെങ്കിൽ ഒരു ആനിമലിൻ്റെ ബ്ലഡിനകത്ത് സോക്ക് ചെയ്തെടുക്കും. എന്നിട്ട് അതിനെ ഒരു ചെടിച്ചട്ടിയുടെ അടിയിലായിട്ട് എടുത്തിച്ച് മണ്ണും എടുത്തിട്ട് അതിനകത്ത് ചെടിയും കുഴിച്ചു വയ്ക്കും. ഇയാൾ എന്താണ് പ്ലാൻ ചെയ്യുന്നതെന്ന് നമുക്കൊരു ഐഡിയയും കിട്ടത്തില്ല. അത് കഴിഞ്ഞിട്ട് കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഷിന്യു ഉണ്ടല്ലോ, അവൻ അവൻ്റെ ഓഫീസിൽ വന്നിട്ട് വീണ്ടും നമ്മുടെ ജോയിനെ അവൻ്റെ ഓഫീസിലോട്ട് വിളിപ്പിക്കുന്നതാണ്.
നമ്മുടെ ജോയാണ് വന്നത് എന്ന് വെച്ചിട്ട് അവനാണെങ്കിൽ സംസാരിക്കാനായിട്ട് തുടങ്ങും. എന്നിട്ട് ചോദിക്കും, നിനക്ക് എന്താ ഓഫീസിൽ നിന്ന് ഇവിടം വരെ വരാൻ ഇത്രയും നേരം വേണോ എന്ന്. സത്യം പറഞ്ഞാൽ അവിടെയാണെങ്കിൽ നമ്മളുടെ ഈ ഷിന്നുവിൻ്റെ എക്സ് ഗേൾ ഫ്രണ്ട് ആയിട്ടുള്ള യൂന ഉണ്ടല്ലോ, അവൾ തന്നെയാണ് വന്നിരുന്നത്. ഇത് കാണുന്നതും യൂനയ്ക്ക് അങ്ങ് ഭയങ്കര ദേഷ്യമാവും. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നമ്മുടെ ഈ ഷിന്നു ആണെങ്കിൽ ഇനി ജോയിനെ കാണാനോ വിളിക്കാനോ ഒന്നും പാടില്ല എന്ന്. അങ്ങനെ ഈ യൂനയാണെങ്കിൽ ഡയറക്റ്റായിട്ട് മേയറിനെ കാണാൻ വേണ്ടിയിട്ട് വരും. അവിടെ അവരെന്താ സംസാരിക്കുന്നതെന്നൊന്നും കാണിക്കത്തില്ല. അതേപോലെ തന്നെ നമ്മളുടെ വണ്ണിനെ ഉണ്ടല്ലോ, അയാളെ ഈ മേയർ അയാളുടെ ഓഫീസിലായിട്ട് വിളിച്ചു വരുത്തും. പിന്നീട് കാണിക്കുന്ന നമ്മുടെ മേയർ ആണെങ്കിൽ വേഗം തന്നെ ഷിന്നുവിനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നേ. എന്നിട്ട് പറയും, ഞാൻ നിൻ്റെ അടുത്ത് ആദ്യമേ തൊട്ടേ പറഞ്ഞതാ ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുത് എന്ന്. ഇപ്പോൾ കണ്ടില്ലേ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആ മേയർ ആണെങ്കിൽ നമ്മുടെ ജോയിനെ ഇവിടെ നിന്ന് ട്രാൻസ്ഫർ ആക്കാൻ പോവുകയാണ്. ഇത് കേൾക്കുന്നേ നമ്മുടെ ഷിന്നു അങ്ങ് ഭയങ്കര ഷോക്കായിപ്പോവും. എന്നിട്ട് അവൻ പറയും, എന്തായിരുന്നാലും നീ എൻ്റെ അടുത്ത് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞത് കാര്യമായി, ഞാനത് സോർട്ട് ഔട്ട് ചെയ്തോളാം എന്ന് പറഞ്ഞ് നമ്മുടെ ഷിന്നു വേഗം തന്നെ അവിടെ നിന്ന് ഇറങ്ങും. അങ്ങനെ അവനാണെങ്കിൽ പുറത്തോട്ട് ഇറങ്ങുന്നതും അവിടെയായിട്ട് നമ്മളുടെ ജോയ് ഉണ്ടല്ലോ, അവൾ മേയറിൻ്റെ ഓഫീസിലോട്ട് പോകാൻ വേണ്ടി പോവുമായിരുന്നു. അപ്പോൾ നമ്മുടെ ഷിന്നു ചോദിക്കും, നീ എവിടേക്ക് പോവുക? അങ്ങനെ നമ്മുടെ ജോ പറയും, ഞാൻ മേയറിൻ്റെ ഓഫീസിലോട്ടാണ് പോകുന്നതെന്ന്. അപ്പോൾ നമ്മുടെ ഷിന്നു പറയും, നീ ഇപ്പോൾ അവിടേക്ക് പോകേണ്ട യാതൊരു ആവശ്യമില്ല, ഞാൻ നിന്നെ കൊണ്ടൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് ഷിന്നു ആണെങ്കിൽ ജോയിനെയും കൊണ്ട് ഒരു സ്ഥലത്തേക്ക് വരും. എന്നിട്ട് അവൻ അവിടെ നമ്മുടെ ജോലിയുടെ അടുത്ത് എല്ലാ കാര്യവും എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങും. അവൻ പറയും, അതായത് ഞാനാണെങ്കിൽ യൂണിയൻ എടുത്ത ആദ്യമേ തന്നെ ബ്രേക്കപ്പിൻ്റെ കാര്യം പറഞ്ഞായിരുന്നു. എന്നാൽ അവൾ പറഞ്ഞത് ഈ ഒരു ഓഫീസ് കാലത്ത് എന്തായിരുന്നാലും ആരും അറിയണ്ട നമ്മൾ രണ്ടുപേരും ബ്രേക്കപ്പ് ആയി എന്നുള്ള കാര്യം. എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഭയങ്കര നാണക്കേടാണ്, അതുകൊണ്ട് നീ അത് ആരത്തും പറയാൻ നിൽക്കണ്ട എന്ന് നമ്മളുടെ ഷിന്നുവിൻ്റെ അടുത്ത് പറയും. അപ്പോൾ നമ്മുടെ ഷിന്നു ഇവിടെ ജോലിയുടെ അടുത്ത് പറയും, ഞാൻ സത്യം പറഞ്ഞ് ഇത്രയും നാളും അവൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ടാണ് ട്രൈ ചെയ്തത്. എന്നിട്ട് അവൻ പറയും, എനിക്ക് കുറച്ച് സമയം മാത്രം മതി, ആ സമയത്തിനുള്ളിൽ ഞാൻ എന്താണെന്ന് വെച്ചാൽ എല്ലാം സോർട്ട് ഔട്ട് ചെയ്തോളാം. അപ്പോൾ നമ്മുടെ ജോയി അതിന് സമ്മതിച്ചു കൊടുക്കും. കൂട്ടത്തിൽ തന്നെ ഷിന്നു പറയും, ഞാനിപ്പോൾ ബ്രേക്കപ്പ് ആയാൽ അതിൻ്റെ തൊട്ട് പുറകെ തന്നെ നമുക്ക് റിലേഷനിലാവാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ ആയാൽ എല്ലാവരും നിന്നെ കുറ്റം പറയത്തില്ല. ഇത് കേൾക്കുന്നേ നമ്മുടെ ജോ പറയും, അതും ശരിയാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി അവസാനം ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് എത്തും. എന്നിട്ടാണെങ്കിൽ നമ്മുടെ ഷിന്നു ഉണ്ടല്ലോ, അവനാണെങ്കിൽ അവൻ്റെ ഇഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് അവളുടെ അടുത്ത് നല്ല ക്ലോസ് ആയിട്ട് വന്ന് കെട്ടിപ്പിടിക്കും. എന്നിട്ട് അവൾക്ക് കിസ്സും കൊടുക്കും. നമ്മളുടെ ജോയ് ആണെങ്കിൽ ഇത്രയും നാളും അവൻ്റെ അടുത്ത് അങ്ങോട്ടൊരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടില്ലല്ലോ. അങ്ങനെ അവളാണെങ്കിൽ വേഗം തന്നെ അവളുടെ കൈ വെച്ച് നമ്മുടെ ഷിന്നുവിൻ്റെ മുഖത്തായിട്ട് പിടിക്കും. എന്നാൽ പെട്ടെന്ന് നമ്മുടെ ഷിന്നുവിനാണെങ്കിൽ ഒരുമാതിരി തോന്നും. അതായത് ഫസ്റ്റ് എപ്പിസോഡിലൊക്കെ കാണിച്ചിട്ടില്ലായിരുന്നോ നമ്മുടെ ഷിന്നുവിൻ്റെ മുഖത്തായിട്ട് ഒരു ബ്ലഡ് കൈ വന്ന് പിടിക്കുന്നതായിട്ട്. അപ്പോൾ അവനാണെങ്കിൽ അതേപോലെ ഫീൽ ചെയ്യാൻ തുടങ്ങും. പെട്ടെന്ന് നമ്മുടെ ഷിന്നു പേടിച്ചു പോയിട്ട് അവനാണെങ്കിൽ നമ്മളുടെ ജോയിനെ പിടിച്ചങ്ങ് തള്ളി മാറ്റും. ഇവിടെ എന്താണ് സംഭവം എന്നൊന്നും നമുക്ക് മനസ്സിലാവത്തില്ല. എന്തായിരുന്നാലും ഇങ്ങനൊരു സസ്പെൻസോട് കൂടിയാണ് കേട്ടോ ഈ എപ്പിസോഡ് തീരുന്നത്. എപ്പിസോഡ് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. വീഡിയോ എങ്ങനെ ഉണ്ടായിരുന്നെന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കുക. ഇറ്റ്സ് സൈനിങ് ഓഫ് MDC.